ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൾസർ N160, N250 പോലുള്ള വാഹനത്തിൻ്റെ മീറ്ററുകളിൽ ഉള്ള ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അതേപോലെ തന്നെ കീ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ കിൽ സ്വിച്ച് ഓഫാണ്, അതുകൊണ്ടാണ് ഇവിടെ എൻജിൻ ഓഫ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി കിൽ സ്വിച്ച് ഓൺ ചെയ്യാം. ഇപ്പോഴാണ് ഇഗ്നിഷൻ ഓൺ ആയിരിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് സൈഡ് സ്റ്റാൻഡ് വാണിംഗ്. ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ യുണീക്ക് കോഡാണ്. പിന്നെ ഇവിടെ ട്രിപ്പ് എ ബി, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. ഇതിൽ മെയിനായിട്ട് വരുന്നത് 3 റൈഡിംഗ് മോഡ്സ് ആണ്. കാണിച്ചു തരാം. ഒന്ന് റോഡ്, റെയിൻ, ഓഫ് റോഡ്. ഈ മീറ്റർ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചാണ്. ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഈ ഒരു റൈഡിംഗ് മോഡ് ചേഞ്ച് ആവുന്നതാണ്. ഇതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ റെയിൻ എന്ന മോഡിലായി. ഒന്നും കൂടി ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞ മോഡിലായി. ഇനി വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ റോഡ് എന്ന് പറഞ്ഞ മോഡിലേക്ക് പോകും. ഇതിൽ 2 ട്രിപ്പ് മീറ്റേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ട്രിപ്പ് ബി, ഇപ്പോൾ ഓഡോമീറ്റർ റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഇനി ഒരിക്കൽ പ്രസ് ചെയ്താൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എക്കണോമി. ഇത് വാഹനം ഓടിത്തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എക്കണോമി കാണിക്കുകയുള്ളൂ. ഒന്നും കൂടി പ്രസ് ചെയ്താൽ ട്രിപ്പ് എ. ഈ ട്രിപ്പ് എയിലെ കിലോമീറ്ററും ആ ട്രിപ്പ് എയിലെ കറസ്പോണ്ടിങ് ആവറേജ് ഫ്യൂൽ എക്കണോമിയാണ് കാണിക്കുന്നത്. അതുപോലെ ഒന്നും കൂടി പ്രസ് ചെയ്താൽ ട്രിപ്പ് ബിയിലെ കിലോമീറ്ററും അതിന് കറസ്പോണ്ട് ആയിരിക്കുന്ന ആവറേജ് ഫ്യൂൽ എക്കണോമിയാണ് കാണിക്കുന്നത്. നോർമൽ ബൈക്കിലെ പോലെ ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഈ ഒരു ട്രിപ്പും അതിൻ്റെ ഫ്യൂൽ എക്കണോമി റീസെറ്റ് ആവും. ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഈ ഒരു മെയിൻ ഭാഗത്ത് സെറ്റിങ്സ്. ഈ സെറ്റിങ്സിലേക്ക് കടക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, സെറ്റിങ്സിൽ മെയിനായിട്ട് കാണുന്നത് ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്ത് ഓൺ ആണ്. അത് ഓഫാക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി. ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഡിസ്റ്റൻസ് ടു സർവീസ്, DTS. ഇനി നെക്സ്റ്റ് സർവീസ് ചെയ്യേണ്ട കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. 2884 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഇനി നെക്സ്റ്റ് സർവീസ്. ഇനി ഒന്നും കൂടി പ്രസ് ചെയ്താൽ സെറ്റ് ക്ലോക്ക്. ഇതിൽ ലോങ് പ്രസ് ചെയ്താൽ ഈ ഒരു ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നും കൂടി പ്രസ് ചെയ്താൽ എക്സിറ്റ്. ഒരു എക്സിറ്റ് ഭാഗത്ത് പോയി ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ എക്സിറ്റ് ആവും. പിന്നെ ഇതിലൊരു വാണിംഗ് സെക്ഷൻ കൂടി ഉണ്ട്. അത് ഈ ഒരു വാഹനത്തിന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാണിംഗ് വന്നാൽ മാത്രമേ ആ ഒരു സെക്ഷൻ ഇപ്പോൾ കാണിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ വാണിംഗ് സെക്ഷനിൽ ഇതേപോലെ തന്നെ ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ എന്തൊക്കെ വാണിങ്സ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വാണിങ്സും ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ലോ ഫ്യൂൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വാണിങ്സ്, അതുമായി ബന്ധപ്പെട്ട വാണിങ്സ് എല്ലാം ഈ ഭാഗത്ത് കാണിക്കും. ഇതിൻ്റെ നാവിഗേഷൻ കാര്യങ്ങൾ ഈ ഭാഗത്ത് തന്നെയാണ് കാണിക്കുന്നത്. അതിനെപ്പറ്റി പിന്നെ പറയാം. പിന്നെ ഇവിടെ സൈഡ് സ്റ്റാൻഡ് വാണിംഗ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇവിടെ ഫ്യൂൽ, ഇവിടെ RPM. ഇനി ഇതിന് എന്തൊക്കെയാണ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയാം. അതിന് മുമ്പേ തന്നെ ബാക്കിയുള്ള ബൈക്കിലുള്ളതുപോലെ നോർമൽ തന്നെയാണ്. ABS, ചെക്ക് എഞ്ചിൻ ലൈറ്റ്, ഓയിൽ പ്രഷർ സെൻസർ, ഹൈ ബീമിൻ്റെ ഇൻഡിക്കേഷൻ, പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. ബാക്കിയെല്ലാം കോമൺ ബൈക്കിലുള്ളതുപോലെയാണ്. പിന്നെ ഇതിന് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്താൽ അതിൻ്റെ ഒരു വാണിംഗ് കൂടി ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ബജാജ് റൈഡ് കണക്ട് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. നാവിഗേറ്റ്, ട്രിപ്പ്, സർവീസ്. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയാണ്. എല്ലോ കൊടുത്തു. അപ്പോൾ ബ്ലൂടൂത്ത് പെയറിംഗ് ആവുകയാണ്. ഇവിടെ സ്കാൻ ചെയ്താൽ നമ്മുടെ ബൈക്കിൻ്റെ യുണീക്ക് ID ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ സ്കാനിങ് നടക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ വാഹനം ഈ ഒരു ആപ്പുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാമ്പിളായി കാണിക്കാൻ ഒരു നാവിഗേഷൻ എടുക്കുകയാണ്. ഇവിടെ ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ആ ഒരു ഭാഗത്തേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സംഗതി നമ്മുടെ ബൈക്കിൻ്റെ മീറ്റർ കൺസോളിലും കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണിക്കാൻ തുടങ്ങി. ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാം. കണ്ടില്ലേ, ടേൺ ചെയ്യേണ്ട ഡിസ്റ്റൻസ്, എസ്റ്റിമേറ്റഡ് ഡിസ്റ്റൻസ്, അതിൻ്റെ കിലോമീറ്റർ, ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും.
ഇനി ഇതിൽ കോൾ അറ്റൻഡ് ചെയ്യേണ്ട ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ കോൾ വരുമ്പോൾ ഈ ഭാഗത്ത് കാണിക്കും. ഡയൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാനും അത് കട്ട് ചെയ്യാനും സാധിക്കും. പിന്നെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണിക്കും. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഡിസ്റ്റൻസ് ടു എം ടി. ആ ഒരു കാര്യം കൂടി ഈ ഒരു ബൈക്കിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് ഫ്യൂവൽ എക്കോണമിയാണ് കാണിക്കുന്നത്. ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ഡിസ്റ്റൻസ് ടു എം ടി, അതായത് 250 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ടു എം ടി. ഇതും കൂടി ഈ ഒരു ബൈക്കിൽ കാണിക്കുന്നതാണ്. ഇത്രയും മാത്രമാണ് പൾസർ N160യുടെ മീറ്ററിലെ ഫീച്ചേഴ്സ്.